നമസ്കാരം. നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം പലയിടങ്ങളിൽ നിന്നും കൂട്ടക്കരച്ചിലാണ്. കാരണം അത്രയധികം വികസന പ്രവർത്തനങ്ങളാണല്ലോ നമ്മുടെ മോദി ഭാരതത്തിനായി ഒരുക്കി വച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റിനെ പറ്റി നിരവധി സാമ്പത്തിക വിദഗ്ധർ തങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു. അക്കൂട്ടത്തിൽ തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും തന്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട DMK മന്ത്രി ദുരൈമുരുഗൻ ഇങ്ങനെ അണ്ണാമലയ്ക്ക് അഭിപ്രായം പറയാൻ എന്ത് യോഗ്യത എന്നായിരുന്നു ചോദിച്ചത്. എന്നാൽ ഇത് എടുത്തിട്ട് മാപ്രയെ വാരിയലക്കുകയാണ് നമ്മുടെ അണ്ണാമലൈ. ஆமாண்ணே, MBA ஃபினான்ஸ் படிச்சிருக்கேன். IIM லக்னோல படிச்சிருக்கேன். 10 லட்சம் பேர் எழுதின கேட் தேர்வுல 99.4% வாங்கி பாஸ் ஆயிருக்கேன். கொஞ்சம் ஃபினான்ஸ் தெரியுமே. துரைமுருகன் அவர்களுக்கு தெரிஞ்சதை விட எனக்கு ரொம்ப அதிகமா ஃபினான்ஸ் தெரியும். மேபி மிச்சவங்களை கம்பேர் பண்ணும்போது குறைவா தெரிஞ்சிருக்கலாம். IIM லக்னோல MBA ஃபினான்ஸ் படிச்சிருக்கேன். ஒரு ஸ்டேட்மெண்ட் படிக்க தெரியும், பட்ஜெட்டரி டாக்குமெண்ட் படிக்க தெரியும், பிஸ்கல் டெபிசிட் தான் என்னன்னு தெரியும், இந்த மாநிலம் எதை நோக்கி செல்கிறதுன்னு எனக்கு தெரியும். ஆனா துரைமுருகன் படிக்காம இருக்கலாம். அந்த கதையை என்கிட்ட ஓட்ட வேண்டாம்னு சொல்லுங்க. അണ്ണാമലൈ മാപ്രയെ വാരിയലക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അണ്ണാമലയുടെ യോഗ്യത എന്താണെന്ന് അറിയില്ലാത്തവർ കണ്ണു തുറന്ന് തന്നെ ഇത് കാണുക. 10 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ ക്യാറ്റ് എന്ന പരീക്ഷയിൽ വിജയിക്കുകയും പരീക്ഷയിൽ 99.4% സ്കോർ ചെയ്ത ആളാണ് അണ്ണാമലൈ. കൂടാതെ IIM ലക്നൌവിൽ നിന്ന് MBA ഫിനാൻസ് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ കുറച്ച് ഫിനാൻസ് തനിക്കറിയാമെന്നും അണ്ണാമലൈ തുറന്നടിച്ചു. നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയാറില്ലേ, അത് തന്നെയാണ് ഇവിടെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതേസമയം നമ്മൾ ഏത് BJP നേതാക്കളെ എടുത്ത് നോക്കിയാലും ഭൂരിഭാഗം പേരും നല്ല വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ്. അതിനാൽ തന്നെ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരും ഇന്ത്യ മുന്നണിയിലുള്ളവരും ആരോപിക്കുന്നത് പോലെയല്ല. ഒരു കാര്യം കൃത്യമായി തെളിവുകൾ സഹിതം വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കും BJP നേതാക്കൾ ആരോപിക്കുക. കൂടാതെ DMK സർക്കാരിനെതിരെ അണ്ണാമലൈ തന്നെ പുറത്തുവിട്ട DMK ഫയൽസ് ഇതിന് തെളിവ് തന്നെയാണ്. അതിനാൽ തന്നെ എന്തെങ്കിലും പറയുമ്പോൾ ആർക്കെതിരെയാണ് എന്നൊക്കെ പഠിച്ചിട്ട് പറയുന്നത് തന്നെയാണ് നല്ലത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.